നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണത്തിലേറി ആഴ്ചകൾക്കുള്ളിൽ വി.ഡി. സതീശൻ സർക്കാർ പിണറായിയുടെ ബി ടീമായെന്ന ആരോപണം ശക്തമാകുന്നു. പിണറായിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് തങ്ങളാൽ കഴിയുന്ന വിധം ഭയാനകമായ മാനസികാവസ്ഥ സമ്മാനിച്ച സതീശൻ പോലീസ് ADGP MR അജിത് കുമാർ സംരക്ഷണമൊരുക്കി ശബരിമല കൊള്ളയെ വെള്ളപൂശുന്ന ദുരവസ്ഥയിൽ എത്തി നിൽക്കുന്നു. തനിക്ക് ശബരിമല കൊള്ളക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയില്ലെന്ന ദേവസ്വം മന്ത്രിയുടെ കുമ്പസാരമാണ് ഇന്നലെ ഏറ്റവും ഒടുവിലുണ്ടായത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സുരക്ഷാ സംഘം മർദ്ദിച്ച് കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് ആഭ്യന്തര വകുപ്പിന് വിവരം ലഭിച്ചിട്ട് ദിവസങ്ങളായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സമയത്ത് കേസ് ഡയറി തിരുത്താൻ അജിത് കുമാർ നിർബന്ധിച്ചെന്ന് ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഓഗസ്റ്റിൽ DGP പദവിയിൽ എത്തേണ്ട ആളാണ് അജിത് കുമാർ. ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്ന വാർത്തകൾ പ്രചരിച്ചെങ്കിലും ഒന്നുമുണ്ടായില്ല. കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച കേസിൽ അകമ്പടി സേനയിലെ 3 പേരെ കൂടി പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഷൈജു, അരുൺ, വിപിൻ എന്നിവരാണ് പുതിയ പ്രതികൾ. പിണറായിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ S. സന്ദീപ് എന്നിവർ മാത്രമായിരുന്നു ഇതുവരെ പ്രതികൾ. ഇവർ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ 26-ന് പരിഗണിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2023-ൽ നടത്തിയ നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ച കേസ് ഒതുക്കാൻ ADGP MR അജിത് കുമാർ നടത്തിയ നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അജിത് കുമാറിന്റെ പണി തെറിക്കുമെന്ന് ശ്രുതിയുണ്ടായിരുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP തയ്യാറാക്കിയ കേസ് ഡയറി തിരുത്തി ഗൺമാൻ അടക്കമുള്ളവർക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കിയ ADGPയുടെ ഓഫീസ് തിരുത്തിയ റിപ്പോർട്ടാണ് കോടതിയിൽ എത്തുന്നതെന്നും ഉറപ്പാക്കി. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ശേഷം അതിന്റെ ഫയൽ നമ്പർ അറിയിക്കണമെന്ന് ADGPയുടെ ഓഫീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. 2024 ഓഗസ്റ്റ് 16-ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ അന്ന് തന്നെ ADGPയുടെ ഓഫീസിനെ നമ്പർ അറിയിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന് DYSP മൊഴി നൽകി. റിപ്പോർട്ട് തിരുത്തി ADGPയുടെ ഓഫീസ് തുടർന്നുള്ള നടപടികൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിച്ചെന്ന് തെളിയിക്കുന്ന നിർണായക മൊഴിയാണിത്. തിരുത്തിയ റിപ്പോർട്ട് DYSPക്ക് കൈമാറിയ ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ പേരുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഗൺമാൻ അടക്കമുള്ളവരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി ആലപ്പുഴ SP ആയിരിക്കെ ചൈത്ര തെരേസ ജോൺ നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ADGPയുടെ ഇടപെടൽ. ചൈത്രയ്ക്കെതിരായ പരാമർശവും ADGPയുടെ ഓഫീസിൽ നിന്നുണ്ടായതായി മൊഴിയിലുണ്ട്. സുരക്ഷാ സംഘത്തെ രക്ഷിക്കാൻ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാർ കേസിൽ ഇടപെട്ടതെന്ന് സൂചനയുണ്ട്. ഈ വർഷം ജൂലൈയിൽ DGP റാങ്ക് ലഭിക്കാനിരിക്കെയാണ് അജിത് കുമാറിന് മേൽ കുരുക്ക് മുറുകുന്നത്. ആദ്യം അന്വേഷണത്തിന്റെ കേസ് ഡയറി തിരുത്തിയതിന് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുമെന്നും മർദ്ദനമേറ്റ ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു. സുരക്ഷാ സംഘത്തെ കുറ്റവിമുക്തരാക്കാൻ ADGPയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടന്നെന്നാണ് വിവരം. കേസ് ഡയറി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി തിരുത്തിയെന്നും പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയെന്നുമാണ് SIT കണ്ടെത്തൽ. ഇനി ശബരിമലയുടെ കാര്യമോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് നിയമോപദേശം നേടിയതിനു ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂവെന്നും K. മുരളീധരൻ പറഞ്ഞു. SIT മാറ്റാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇപ്പോഴില്ല. ഹൈക്കോടതിയാണ് അവരെ നിയമിച്ചിട്ടുള്ളത്. നിയമവശം പരിശോധിച്ചിട്ടേ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ജംഷഡ്പൂരിലെ ലാബിൽ നിന്നുള്ള ഫലമാണ് ലഭിച്ചത്. 4 മാസം മുമ്പാണ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. കേസന്വേഷണത്തിൽ ഈ പരിശോധനാ ഫലം നിർണായകമാകും. സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് തകിടുകൾ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടുകൂടി വ്യക്തമാകും. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികൾ മാറ്റിയോ എന്നതടക്കം വ്യക്തമാകും. മാത്രമല്ല, ചെമ്പ് പാളികളുടെ കാലപ്പഴക്ക നിർണയവും ലഭിച്ച ഫലത്തിലുണ്ട്. പരിശോധനാ ഫലം ലഭിച്ച പശ്ചാത്തലത്തിൽ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിച്ചേക്കും.
ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ശബരിമലയിൽ നിന്ന് യഥാർത്ഥത്തിൽ എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്താൻ കഴിയൂവെന്ന് നേരത്തെ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു. പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ കേസിൽ പൂർണ്ണമായ കുറ്റപത്രം തയ്യാറാക്കാനും സാധിക്കുകയുള്ളൂവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചതുമാണ്. 2025 PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണസമിതിയുടെ കാലത്ത് നടത്തിയ സ്വർണം പൂശൽ ജോലിയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഈ ശാസ്ത്രീയ ഫലം അത്യാവശ്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കിയതുമായ കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികൾ മുഴുവനായി മാറ്റിയിട്ടില്ലെന്നും മറിച്ച് അതിൽ പൂശിയിരുന്ന സ്വർണം മാത്രമാണ് തട്ടിയെടുത്തിട്ടുള്ളതെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച അന്തിമ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്ന് ലഭിച്ച സുപ്രധാന റിപ്പോർട്ട് അന്വേഷണ സംഘം കൊല്ലം കോടതിയിൽ സമർപ്പിച്ചു. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പപാളി എന്നിവയിൽ നിന്ന് ശേഖരിച്ച 8 വ്യത്യസ്ത സാമ്പിളുകളാണ് ജംഷഡ്പൂരിലെ ലാബിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കട്ടിളപ്പാളികൾ പൂർണ്ണമായി അഴിച്ചുമാറ്റി കടത്തിയെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ സംശയമെങ്കിലും സ്വർണം പൂശി മാത്രം ചുരണ്ടിയെടുത്തു എന്ന നിഗമനത്തിലേക്കാണ് പുതിയ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായി ഈ ശാസ്ത്രീയ റിപ്പോർട്ട് കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി 2 ആഴ്ച കൂടി അനുവദിച്ചിരുന്നു. ലോഹപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്ന് ലഭിക്കാൻ 10 ദിവസം കൂടി വേണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശീന്ദ്രൻ അറിയിച്ച സാഹചര്യത്തിലായിരുന്നു ഇത്. പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും പ്രതികളെ നിശ്ചയിക്കുന്നതും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകുമെന്നും SIT അറിയിച്ചു. രാജ്യത്തെ മറ്റ് ലാബുകളിൽ ഇത്തരം പരിശോധനകൾ ലഭ്യമല്ലാത്തതിനാൽ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അറിയാൻ റിപ്പോർട്ട് അനിവാര്യമാണെന്നും ജസ്റ്റിസ് V രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചു. ജംഷഡ്പൂർ ലാബിലേക്ക് 36 സാമ്പിളുകളാണ് അയച്ചത്. എക്സ്റേ, ഫ്ലൂറൻസിസ്, സ്പെക്ട്രോസ്കോപ്പി, ഇൻഡക്റ്റീവ് കപ്പിൾഡ് പ്ലാസ്മ മാസ് സ്പെക്ട്രോമെട്രി, ഒപ്റ്റിക്കൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി തുടങ്ങിയ സങ്കീർണ പരിശോധനകളാണ് നടക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ചാലേ പൂശിയ സ്വർണത്തിന്റെ അളവ്, ചെമ്പ് തകിടുകളിൽ മാറ്റം വരുത്തിയോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നും SIT കോടതിയെ അറിയിച്ചു. 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകൾ നീക്കിയതിൽ ആർക്കെല്ലാം പങ്കുണ്ടെന്നും ഇതിനു ശേഷമേ വിലയിരുത്താനാകൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയോഗിക്കപ്പെട്ട IGH വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെല്ലാം ഓരോരുത്തരായി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംശയത്തിലാകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയാണ്. യഥാർത്ഥ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കിയെന്നതാണ് പ്രധാന ആരോപണം. അതിനൊപ്പം നിരപരാധിയായ തന്ത്രി കണ്ഠര് രാജീവരെ ജയിലിൽ അടച്ചത് മനഃപൂർവ്വമാണെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മുൻ ഗോവ ഗവർണറും BJP നേതാവുമായ അഡ്വക്കേറ്റ് P ശ്രീധരൻ പിള്ള ഇതിനെതിരെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളെക്കുറിച്ചും അന്ന് താൻ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചും നിർണായകമായ വെളിപ്പെടുത്തലുകൾ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻ പിള്ള നടത്തിയിരുന്നു. തന്റെ പുതിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന അധ്യായത്തിലെ വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കായി ഭരണകൂടം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണ് അന്നുണ്ടായ കേസുകളെന്നും അദ്ദേഹം ആരോപിച്ചു. അതിനൊപ്പം സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശബരിമല മുൻ തന്ത്രി കണ്ഠര് രാജീവര് രംഗത്തെത്തി. ശബരിമല യുവതീ പ്രവേശന വിധി ഉണ്ടായപ്പോൾ ആചാര ലംഘനം പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചെന്നും അതിൽ സർക്കാരിന് തന്നോട് ദോഷമുണ്ടായിരുന്നുവെന്നും ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള പ്രതികാര നടപടിയാണ് തനിക്കെതിരെ ഉണ്ടായതെന്നുമാണ് രാജീവര് കോടതിയെ അറിയിച്ചത്. ജാമ്യ ഹർജിയുടെ വാദത്തിനിടെയായിരുന്നു രാജീവര് സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. സർക്കാരിന്റെ ഒത്താശയ്ക്ക് അനുസരിച്ച് അന്ന് സന്നിധാനത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. താൻ ഇതിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും തന്നോട് ദേഷ്യമുണ്ടെന്നും ഭരണകക്ഷിയിലെ പലർക്കും തന്നോട് പകയുണ്ടായതായും രാജീവര് വെളിപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കുണ്ടെന്ന വാദം മെനഞ്ഞത്. തന്നെ കേസിൽ കുടുക്കുകയായിരുന്നു കണ്ഠര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നത്.
ശബരിമല ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള നീക്കവും താൻ എതിർത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തനിക്ക് ഉണ്ടായിരുന്ന പരിചയത്തേക്കാൾ കൂടുതൽ അടുപ്പം മന്ത്രിമാർക്കടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ ഉന്നതർക്കാണ്. ഇത് മറക്കുന്നതിന് വേണ്ടിയാണ് താനും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ചിത്രങ്ങളാണ് തെളിവെങ്കിൽ പോറ്റിക്കൊപ്പമുള്ള പല ഉന്നതരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവരും പ്രതികളാകണ്ടേ എന്നും തന്ത്രി ചോദിച്ചു. ഇത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വെടിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച 2 അന്വേഷണ റിപ്പോർട്ടുകളിലും തന്റെ പേരില്ല. SIT രജിസ്റ്റർ ചെയ്ത കേസ് 3-ാം മാസം പിന്നിടുമ്പോഴും താൻ പ്രതിയുമായിരുന്നില്ല. എവിടെയും പേരുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താൻ പ്രതിയാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത്. SITക്കെതിരെയും രാജീവിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നു. പോറ്റിയുടെ ഭാര്യ പിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു. ഭാര്യ പിതാവിന്റെ സഹോദരൻ ശബരിമലയിൽ ഗാർഡായും ജോലി ചെയ്തിട്ടുണ്ട്. പോറ്റിക്ക് ശബരിമലയിൽ വരാൻ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായിരിക്കെ ഈ വിവരങ്ങളെല്ലാം SIT മനഃപൂർവ്വം ഒളിപ്പിക്കുകയായിരുന്നു. താൻ വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം SIT ചെയ്തതെന്നും തന്ത്രി കണ്ഠര് രാജീവരെ കോടതിയിൽ ആരോപിക്കുന്നു. ഇതെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലാണ് ശ്രീധരൻ പിള്ളയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ആചാര ലംഘനം ഉണ്ടായാൽ നട അടച്ചിടാനും ശുദ്ധികലശം നടത്താനും അവകാശമുണ്ടെന്ന് താൻ തന്ത്രിയോട് പറഞ്ഞിരുന്നതായി ശ്രീധരൻ പിള്ള പുസ്തകത്തിൽ പറയുന്നു. ഫോണിൽ വിളിച്ചപ്പോഴാണ് അഭിപ്രായം പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് തന്ത്രിയും പന്തളം കൊട്ടാരം പ്രസിഡന്റും യുവതികൾ കടന്നാൽ നട അടച്ചിടുമെന്ന് പ്രസ്താവിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയം BJPക്ക് സുവർണ അവസരമാണെന്ന തന്റെ പ്രസംഗത്തെക്കുറിച്ചും ശ്രീധരൻ പിള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരാൾ ഫോൺ വിളിച്ച് തന്ത്രിക്ക് ഫോൺ കൊടുക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അനുമതി നൽകി. തുടർന്ന് ഫോണിന്റെ മറുതലയ്ക്കൽ ഉള്ള ആളോട് ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിക്ക് ആചാര ലംഘനമുണ്ടായാൽ നട അടച്ചിടാനും ശുദ്ധികലശം നടത്താനും അവകാശമുണ്ടെന്ന് താൻ പറഞ്ഞു. സുപ്രീം കോടതി തന്ത്രിയോടോ മറ്റോ പ്രത്യേക ഉത്തരവ് വഴി നിർദ്ദേശം നൽകാത്ത സ്ഥിതിക്ക് കോടതിയലക്ഷ്യ കേസ് എടുക്കാനാകില്ലെന്ന് ഉറപ്പ് നൽകി. കേസുണ്ടായാൽ ഞാനും ലക്ഷക്കണക്കിന് വിശ്വാസികളും ആദ്യം ജയിലിൽ പോകുമെന്നും അതിനുശേഷമേ അങ്ങയ്ക്ക് പോകേണ്ടി വരുമെന്നും ഞാൻ പറഞ്ഞു. ശരി സാർ, സാറിന്റെ ഉറപ്പ് മതി എന്ന് മറുതലയ്ക്കിൽ നിന്ന് മറുപടിയും കിട്ടി. ഈ പശ്ചാത്തലത്തിൽ തന്ത്രിയും പന്തളം കൊട്ടാരം പ്രസിഡന്റും യുവതികൾ കടന്നാൽ നട അടച്ചിടുമെന്ന് പ്രസ്താവിച്ചു. തന്ത്രിയുടെ പ്രസ്താവനയ്ക്കൊപ്പം സന്നിധാനത്തെ പൂജാരികളും പരികർമ്മികളും 18-ാം പടിയിലും സന്നിധാനത്തിലും നാമജപ കുത്തിയിരിപ്പ് സമരം നടത്തി. പോലീസ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പുസ്തകത്തിൽ പറയുന്നു. ഇത്രയൊക്കെ കൃത്യമായ തെളിവുണ്ടായിരിക്കെയാണ് ദേവസ്വം മന്ത്രി SITയെ വെള്ളപൂശുന്നത്. SITക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശം സർക്കാരിന് ഉണ്ടായിരിക്കെ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. സതീശൻ സർക്കാർ പിണറായിക്ക് പിന്നണി പാടുകയാണെന്ന ആരോപണം ഉയരുന്നതും ഈ സാഹചര്യത്തിലാണ്.